എവിടെ നമുക്ക് വയർ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ആ പാട്ട് നമുക്ക് ബാറ്ററി പോസിറ്റീവ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പാർക്കിനകത്ത് ഒരു ലൈൻ ആഡ് ചെയ്യണം. ഇത് 2 ലൈൻ മാത്രം നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളൂ. അതിന് ക്ലിപ്പ് കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റട്ടെ. ഇവിടെ വയർ കട്ടിങ് അല്ല. അപ്പോൾ നമ്മൾ വാഗണർ അകത്ത് നമ്മൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പോയാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് 1-3 ബൾബൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാ കണ്ടല്ലോ, ഫോഗ് ലാമ്പിൻ്റെ ഉണ്ടോ, യെല്ലോ ആയി, ഇപ്പോൾ അതാ പാമായി. അതുപോലെ ഹെഡ്സ് അപ്പോൾ നമുക്ക് എർട്ടിക്കകത്ത് ഫോഗ് ലാമ്പാണ് കേട്ടോ. ഫോഗ് ലാമ്പ് നമ്മളെ പ്രൊജക്ടറാണ് വരുന്നത്, ഡിമ്മിം ബ്രൈറ്റ് ചെയ്യുന്ന പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലൂമാക്സിൻ്റെ ഫോഗ് ലാമ്പ് LED ആഡ് ചെയ്യണം കേട്ടോ. ഏകദേശം 6000 രൂപയാണ് പ്രൈസ്. വന്നിട്ട് 72 വാട്ട്സാണ് കേട്ടോ ബൾബ് വരുന്നത്. കിട്ടിലും പെട്രോൾ ഏകദേശം 9499 രൂപ പ്രൈസാണ്. നമുക്കത് പക്ക കിട്ടില്ല സാധനമാണ് കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ Day 6 വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം ഫുൾ കംപ്ലീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മെയിൻ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വാഗണറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ 3 പീസ് ലിപ്പ്, നിസാൻ അതിനകത്ത് ആംപ്ലിഫയർ, സബ്വൂഫറും, അതേപോലെ തന്നെ എർട്ടിക്കകത്ത് ബൾബുകൾ ഫുൾ അപ്ഗ്രേഡിങ്സ് ആണ് നമ്മൾ ഫുള്ള് ഇന്നത്തെ വർക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മറക്കാൻ നമ്മളെ ചാനൽ ഫുൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകളുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഉപയോഗങ്ങൾ എല്ലാം ഞാൻ ഈ എല്ലാ വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലാണ് എല്ലാ സുഹൃത്തുക്കളും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു നിസാൻ മാഗ്നറ്റ് ആംബോ ഇറങ്ങിയിട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ JBL 1400 അതേപോലെ തന്നെ സോണിയുടെ 1000 വാട്ട്സിൻ്റെ ആംപ്ലിഫയറാണ്, 4 ചാനൽ ആംപ്ലിഫയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായി കണ്ടോ, നിസാൻ മാഗ്നറ്റിൻ്റെ സ്റ്റീരിയോ ആണ്, അതൊരു പൊട്ടലുണ്ടോ. ഇത് ഒരു പുറത്ത് കൊടുത്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ചെയ്യാനോ നോക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വെഹിക്കിൾസിനകത്തൊക്കെ നമ്മളെ സ്വിഫ്റ്റ് എങ്ങനെയുള്ള വെഹിക്കിളാണൊക്കെ അല്ല നമ്മളെ ഈ ഒരു മോഡൽ വണ്ടികൾ വരുന്നത്. കാര്യം ഇതിനകത്തൊക്കെ പക്ക ടൈപ്പ് ലോക്കാണ് വരുന്നത്. അത് കറക്റ്റ് ഒരു മെഷർമെൻറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുക. അത് കറക്റ്റ് ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പാനൽസും കാര്യങ്ങളൊക്കെ പൊട്ടും. ഇതിനകത്ത് ഇപ്പോൾ പാനൽ പൊട്ടി ഈ 360 ക്യാം ആയാലും ഒന്നും വർക്കാവില്ല. അതായത് ടച്ച് ഓൺ ആവും, ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് കപ്ലേഴ്സ് വരും ഞാൻ ഊരാ ചെയ്തെന്ന് വെച്ചാൽ കോഡ് വരുന്നത് കൊണ്ടാണ് ഞാൻ കപ്ലേഴ്സ് വരും ഊരാതെയാണ് ഞാൻ അതിനകത്ത് നമ്മുടെ സ്പീക്കർ കണക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും, RC കൺവെർട്ടറൊക്കെ ചെയ്ത്. ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് കേട്ടോ. അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ വഴി വർക്ക് ആയിക്കോളും, അല്ലാതെ ടച്ച് വർക്ക് ആവത്തില്ല. ഒന്നെങ്കിൽ അവർ സ്വന്തമായിട്ട് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ചെയ്യാൻ ശ്രമിച്ചു കാണും, അല്ലെങ്കിൽ അവർ പറയണം പുറത്തു കൊടുത്ത് ചെയ്യാൻ നോക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ആ പാനൽസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഗമ്മിനൊക്കെ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാര്യം അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ RC കൺവെർട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കേസറിയത്. RC കൺവെർട്ടർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ലോക്കൽ കേബിൾസൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഒന്നേപ്പോൾ ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ വയറൊക്കെ ഞാനിവിടെ അടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ പാൻസ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ചെയ്യാൻ നേരത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളിടത്തോ അല്ലെങ്കിൽ നല്ല പരിചയമുള്ള ഷോപ്പിലോ കൊടുത്ത് മാത്രം ചെയ്യുക കേട്ടോ. അല്ല സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സബദാ നമ്മളെ നിസാൻ മാഗ്നറ്റിനകത്ത് സബ് ആമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ 4 ചാനൽ ആമ്പാണ് സോണിയുടെ. ഇപ്പോഴത്തെ റേറ്റ് പറയാൻ നേരത്തെ ഏകദേശം 9990 ഇതിൻ്റെ റേറ്റ് വരുന്നത്. MRP വരുന്നതാണ് കേട്ടോ. MRP ഏകദേശം ഒരു 10% ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നേരത്തെ കേട്ടോ. അപ്പം നമ്മൾ 4 ചാനലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സബിനായിട്ടല്ല 4 ചാനൽ ആകുമ്പോൾ ഒരു സ്പീക്കറിനായിട്ടാണ് വരുന്നത്. ഇവിടെ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നത് വെച്ചാൽ 4 ചാനൽ ആകുമ്പോൾ അല്ലെങ്കിൽ 2 ചാനൽ ആകുമ്പോൾ അടിച്ച് ബ്രിഡ്ജ് അടിച്ചതിന് ശേഷം, അതാണ് ബ്രിഡ്ജ് ഓപ്ഷൻ. ഈ ബ്രിഡ്ജ് ഓപ്ഷൻ അടിച്ചതിന് ശേഷമാണ് നമ്മൾ സബിലോട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പീക്കറിലേക്ക് വേണ്ടി മാത്രം കൊടുക്കാനുള്ള ആംപ്ലിഫയറാണ്. സബിനായിട്ട് വരുന്നത് നമുക്ക് മോണോ ബ്ലോക്ക് ആംപ്ലിഫയറാണ് കൂടുതൽ വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് 65 RMS വെച്ചാണ് ഒരു പ്രീ ഔട്ട് വരുന്നത്. അതേപോലെ 4 പ്രീ ഔട്ട്സ് ഉണ്ട് കേട്ടോ അതിനകത്തുനിന്ന്. ശരിക്കും പറഞ്ഞാൽ 4 സ്പീക്കർ, 4 ഡോറിലോട്ടുള്ള സ്പീക്കർ കൊടുക്കാനായിട്ടുള്ള. പിന്നെ ഹൈ ലെവൽ ഇൻപുട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കാര്യം ഹൈ ലെവൽ ഇൻപുട്ടിനകത്ത് നമുക്ക് ക്വാളിറ്റി ഇച്ചിരി ലേശം കുറവാണ്. അപ്പോൾ നമുക്ക് റിം വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ലെവൽ ഇൻപുട്ട് വരാൻ നേരത്ത്. ഓൾറെഡി നമ്മൾ സ്പീക്കറിൽ നിന്ന് തന്നെ നമുക്ക് കണക്ഷൻ വന്നതിന് ശേഷം ഓൺ ആവും. സ്റ്റീരിയോ ഓണായി വർക്കിംഗ് സോങ്സ് വന്നതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ വോയിസ് വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആവാൻ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് LPF ഓണും ഓഫും വരുന്നുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ. പിന്നെ നമുക്ക് റിയറിനും ഫ്രണ്ടിനും ആയിട്ട് സെപ്പറേറ്റാണ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ലൊരു ആംപ്ലിഫയർ ആണ്. സോണിയുടെ തന്നെ എപ്പോഴും ബ്രാൻഡ് തന്നെ മേടിച്ചിരിക്കാൻ നിൽക്കുക, എന്നാൽ കാലങ്ങളോളമായിരിക്കും. പിന്നെ 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഈ ഒരു ആംപ്ലിഫയർ മേടിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു 6000 രൂപയ്ക്ക് അകത്താണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു പുറത്ത് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ദുബായിൽ നിന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പവർന്ന് കാണിച്ചാൽ നമ്മൾ JBLൻ്റെ 1500 അല്ല 1400 വാട്ട്സിൻ്റെ JBLൻ്റെ സ്പീക്കറാണ് ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം 325 RMS ആണ് വരുന്നത്. സ്പീക്കറിൻ്റെ കൂടെ ഞാൻ ക്വാളിറ്റിയും അതേപോലെ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് നമ്മളെ JBL 1400 വാട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് JBLൻ്റെ സബ്ബൊക്കെ മേടിക്കാൻ നേരത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ടാഗ് തന്നെ കിട്ടുന്നത്. ആ ടാഗിനകത്ത് മാത്രമേ നമുക്കിത് ഷേക്കാതിരിക്കാനായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെൽക്രോയും കാര്യങ്ങളൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1400 വാട്ട്സാണ് കേട്ടോ. ഏകദേശം 325 RMS. 1000 അതൊരു 3 പീസിൽ ഇപ്പോൾ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇത് യൂണിവേഴ്സലാണ്. നമുക്ക് ഒറ്റമിക്ക വണ്ടിക്കത് നമുക്ക് ഈ ഒരു ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തതാണ്. ഇത് മൊത്തം സ്ക്രൂവിൽ ഫുൾ ABS ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡെയിലി വീഡിയോസിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വാഗണറിലായിട്ട് നമ്മൾ ഫോഗ് ലാമ്പ് അടിയുണ്ട്. അപ്പോൾ ഇത് ഒറിജിനലാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് സ്വിച്ചും അതേപോലെ എല്ലാം വരും കേട്ടോ. സ്വിച്ച്, റീലേ, വയറിംഗ് കിറ്റ് എല്ലാം വരും. എവിടെയും നമുക്ക് വയർ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ആ പാട്ട് നമുക്ക് ബാറ്ററി പോസിറ്റീവ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പാർക്കിനകത്ത് ഒരു ലൈൻ ആഡ് ചെയ്യണം. ഇത് 2 ലൈൻ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളൂ. അതിന് ക്ലിപ്പ് കാര്യങ്ങളിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റട്ടെ. ഇവിടെ വയർ കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വാഗണർ അത് നമ്മൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പോയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കാറുണ്ട്. അതേപോലെ സ്റ്റോക്ക് ഫ്ലാപ്പ് തന്നെ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഫ്ലാപ്പും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അതായത് ഗസലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വാഗണറിനകത്തുണ്ട് കമ്പനി ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കേട്ടോ. നമ്മൾ 2 ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ ഒറിജിനൽ വഴങ്ങിയിട്ട് തന്നെ എടുത്തിരിക്കുക. അപ്പോൾ അതിനകത്ത് സ്വിച്ചും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് റിലേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ചെറിയ റിലേ എടുത്തിരിക്കുന്നത് 100 വോൾട്ടിന്. ഇത് നമ്മൾ ഉൾഭാഗത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ലൈനും കാര്യങ്ങൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സേഫ്റ്റി ഫീസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ നമ്മളിതിൻ്റെ പാർക്കിൻ്റെ അകത്താണ് ഇതിൻ്റെ ലൈൻ കൊടുക്കുന്നത്. ലൈൻ കൊടുക്കുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് പാർക്കിൻ്റെ ഫോഗ് ലാമ്പോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പാർക്കിൻ്റെ ഫീസ് പോകും, അല്ലെങ്കിൽ ഈ ഒരു ഫീസ് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് 2 സേഫ്റ്റി ഫീസ് നമ്മൾ ആഡ് ചെയ്തത്. ഏതൊരു വയർ ചെയ്താലും നമ്മൾ സേഫ്റ്റി ഫീസ് മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഒരുപാട് ഷോർട്ട് സർക്യൂട്ട് എല്ലാം തീ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും വാർത്തയെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഫീസ് മസ്റ്റായിട്ട് ആഡ് ചെയ്തുള്ള ഒരു ഉപയോഗങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മസ്റ്റായിട്ട് സേഫ്റ്റി ഫീസ് ഏതൊരു വർക്ക് ചെയ്താലും ഒരു ചെറിയൊരു വയർ, നമുക്ക് എർത്ത് വയറിന് വേണ്ട, പക്ഷേ നമ്മൾ മെയിൻ വയർ ഏതിൽ നിന്ന് എടുത്താലും ഫീസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു 150 രൂപ കൊടുത്തെന്നും പറഞ്ഞ് ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാൻ പാടില്ല. കാര്യം നമ്മുടെ സേഫ്റ്റിയാണ് മസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫീസ് ഇട്ട് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വാഗണറിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ഫ്രണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ടാഗ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഫുള്ള് വയറും കിറ്റും കാര്യങ്ങളെല്ലാം ഫുള്ള് വലിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് വയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ടാഗ് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലേ? സ്റ്റേക്ക് അകത്തൂടെയാണ് നമ്മൾ വയറും കിറ്റൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് H8 ബൾബാണ്. നമുക്ക് ഈ ബൾബ് ഫീസായി പോയാലും നമുക്ക് മാറിയിടാൻ പറ്റും. അതേപോലെ H3 എന്ന് പറയുന്ന ബൾബുണ്ട്. അതിൻ്റെ ഫോഗ് ലാമ്പ് മേടിക്കാതിരിക്കുക. കാര്യം വേറെ ഒന്നും കൊണ്ടില്ലല്ലോ, ഫോഗ് ലാമ്പ് പെട്ടെന്ന് ഫ്യൂസ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് H3 ബൾബിന് വരുമ്പോൾ കേട്ടോ. അപ്പോൾ H8ൻ്റെ ഫോഗ് ലാമ്പ് തന്നെ മേടിച്ച് വയ്ക്കാൻ നോക്കുക. ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും ഫോഗ് ലാമ്പ് എല്ലാം കൂടെ വരാൻ നേരത്ത്. പക്ഷേ H3 വരാകുമ്പോൾ റേറ്റ് കുറവാണ് വരുന്നത്. പക്ഷേ 1000-1200 രൂപയ്ക്കകത്തൊക്കെ നമുക്ക് വാങ്ങി സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പെട്ടെന്ന് ബൾബ് ഫ്യൂസ് ആവുകയും അതേപോലെ തന്നെ വയറിംഗ് കിറ്റ് നല്ല രീതിയിൽ ഹീറ്റ് ആവാൻ ചാൻസ് കൂടുതൽ H3യിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൾബ് എന്ന് വെച്ചാൽ 480 രൂപയാണ് ഒരു ബൾബ് വരുന്നത്. അതായത് 55 വാട്ട്സ് വരാൻ നേരത്ത്. അതിനാണെങ്കിൽ നമുക്ക് LED കാര്യങ്ങളൊക്കെ മേടിച്ച് ആഡ് ചെയ്യാൻ സാധിക്കും. സമയത്ത് നമ്മൾ ഫോഗ് ലാമ്പ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാർക്ക് ഇട്ടതിന് ശേഷമാണ് സ്വിച്ച് ആണ്. അപ്പോൾ പാർക്ക് ഇടാൻ നേരത്തെ തന്നെ നമുക്കിവിടെ ലൈറ്റ് തെളിയും. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്താണ് ഇതിനകത്ത് ലൈറ്റ് എത്തുന്നത്. പ്രസ് ചെയ്തില്ലെങ്കിൽ അതിന് ഉൾഭാഗത്തുണ്ട് ലൈറ്റ് കത്തി നിൽക്കുക. പാർക്ക് കിടക്കുന്നുണ്ട്. ഫോഗ് ലാമ്പിന് ലൈനും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കത്തി കിടക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഗ്ലാസ്സിലോട്ടൊന്ന് ശ്രദ്ധിച്ചോ. സമയത്ത് ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ഹാലജനാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാറ്റി നമുക്ക് വൈറ്റ് LED ബൾബ് കാര്യങ്ങളൊക്കെ മാറാം. നമുക്ക് 35 വാട്ട്സ് മുതൽ H8, H11, H9, H60, H16 എന്ന സീരിയൽ നമ്പറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് സൂട്ടാവും. അപ്പോൾ പറഞ്ഞത് സീരിയൽ നമ്പർ അറിയില്ല. H8, H11, H9, H16, H60 ഇത്രയും ബൾബുകൾ. ഈ 4 ബൾബും സെയിം സീരിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഒരു വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. H11 ഇടാന്നിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ സൂട്ടായിരിക്കും. അപ്പോൾ 35 വാട്ട്സ് മുതൽ 80 വാട്ട്സ് വരെ നമുക്ക് ഈ ബൾബ് അവൈലബിൾ ആണ്. 680 രൂപ വരെയാണ് ഒരു ബൾബിന് മാക്സിമം വില വരുന്നത് കേട്ടോ. പിന്നെ ഒരു ബ്രാൻഡുകൾ വെച്ചിട്ട് നൈറ്റ് ബ്രേക്കർ, കൂൾ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ വൈറ്റ് ബൾബുകൾ വരുന്നിടത്ത് റേറ്റ് മാറുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എർട്ടിക്കകത്ത് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് നമ്മളെ
പ്രൊജക്ടറാണ് വരുന്നത്, ഡിമ്മിംഗ് ബ്രൈറ്റ് പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലൂമാക്സിൻ്റെ ഫോഗ് ലാമ്പ് LED ആഡ് ചെയ്യണം കേട്ടോ. ഏകദേശം 6000 രൂപയാണ് പ്രൈസ്. ഇത് 1-in-3 ആണ് കേട്ടോ. ഏകദേശം 3 കളറാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 year റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നത്. ഏതൊന്ന് നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചത് എൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എർട്ടിക്കകത്തുള്ള ഒരു ഹെഡ്ലൈറ്റ് ബൾബും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ HOD എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് 72 വാട്ട്സാണ് കേട്ടോ ബൾബ് വരുന്നത്. കിട്ടിലും പെട്രോളാണ്. ഏകദേശം 9499 രൂപ പ്രൈസാണ്. നമുക്കിത് പക്ക കിട്ടില്ല സാധനമാണ് കേട്ടോ. ഫാന് കാര്യങ്ങളൊന്നുമല്ല വരുന്നത്, നോർമലായിട്ട് കോപ്പർ ടൈപ്പൊക്കെ എൻ്റെ ബാക്കിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഹെവി സാധനമാണ്. അപ്പം നമ്മൾ ഫോഗ് ലാമ്പ് ഇട്ടുണ്ട്. ഫോഗ് ലാമ്പിന് വെട്ടം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനെ കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഊരിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ. ഒരു പീസ് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് 2 പീസായിട്ടാണ് മാറി കിട്ടുന്നത് കേട്ടോ. നമ്മളതിനകത്ത് 17 മോഡൽ വന്ന ഫ്ലാഷർ വരെ നമ്മളതിനകത്ത് ആഡ് ചെയ്ത് കേട്ടോ. വണ്ടി വന്നിട്ട് അറിയാമല്ലോ എർട്ടിക്കയാണ്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബും ഫോഗ് ലാമ്പ് 1-3 ബൾബൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാ കണ്ടല്ലോ ഫോഗ് ലാമ്പിൻ്റെ ഉണ്ടോ, യെല്ലോ ആയി. ഇപ്പോൾ അതാ വാമായി. അതുപോലെ ഹെഡ്ലൈറ്റും കൂടെ കാണിച്ചു തരാം. ഹെഡ്ലൈറ്റും കിട്ടില്ല പെട്ടോളാം കേട്ടോ. അതായത് 72 വാട്ട്സിൻ്റെ HOD എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 9500 രൂപ ഹെഡ്ലൈറ്റ് ബൾബും, അതേപോലെ ലൂമാക്സിൻ്റെ 1-in-3 എന്ന് പറയുന്ന 6000 രൂപ വരെ ഫോഗ് ലാമ്പ് ബൾബാണ് കേട്ടോ. 3 കളറാണ് നമ്മൾ ഫോഗ് ലാമ്പിനകത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ബാർ LED ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പിന്നെ ഒരു ക്രിസ്റ്റൽ ഗിയർ നോബ്, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. കണ്ടില്ലേ.